നിങ്ങൾക്ക് എഗ് ബിരിയാണി ഇഷ്ടമാണോ? ഇനി ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് കുറച്ച് എക്സൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കണ്ടല്ലോ, അത് വെച്ച് ഇന്നൊരു ഷോപ്പീസ് ഉണ്ടാക്കാന്ന്. നമ്മൾ കുറെ ആയില്ലേ ഇതേപോലത്തെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട്. എക്സൽസ് എല്ലാം നന്നായിട്ട് വൃത്തിയായി കഴുകി വെച്ചു. അതൊക്കെ അമ്മേന്റെ പണിയായിരുന്നു, എന്നാലും പറയുമ്പോ പറയണല്ലോ. എന്നിട്ട് 3 പീസ് ഓഫ് കാർഡ്ബോർഡ് എടുത്തു. അതൊരു 8x8 സെന്റിമീറ്ററിലാണ് കേട്ടോ എടുത്തത്. അതിനുശേഷം അതെല്ലാം കൂടി ചേർത്ത് അങ്ങ് ഒട്ടിച്ചു. ഇനി മാസ്കിംഗ് ടേപ്പോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് സെക്യൂർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് ഷോപ്പീസിന്റെ ബേസ് ആണ് കേട്ടോ. അതൊരു ബ്ലാക്ക് കളറിലായിക്കോട്ടെ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അത് സ്പ്രേ പെയിന്റ് ചെയ്തെടുത്തതിന് ശേഷം ഓരോ എക്സലായിട്ട് ഇതേപോലെ ഗ്ലൂ ഗൺ വെച്ച് ഓരോന്നിന്റെ മേലെ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. പിസ്സ ഗോപുരം പോലെ ചെറിയൊരു ചെരിവുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് മാത്രം ചെയ്തപ്പോ എന്തോ ഒരു കുറവ് പോലെ. പിന്നെ എന്ത് ചെയ്തു, ഗ്ലൂ ഗൺ വെച്ച് കുറച്ച് ലൈൻസും കൂടെ കിട്ടി. ഇപ്പൊ ഒരു ടെക്സ്ചർ വന്ന പോലെ ഉണ്ട് കേട്ടോ. ഇനി ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആണല്ലോ നമ്മുടെ കോമ്പിനേഷൻ. ഇനിയാണ് ഇതിന്റെ ഫൈനൽ പാർട്ട് വരുന്നത്. അതിനാദ്യം തന്നെ നമ്മുടെ ബേസ് ഒരു പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുത്തു കേട്ടോ. കാരണം നമ്മൾ സ്പ്രേ പെയിന്റ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലാക്കിൽ കളർ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒരു ഗോൾഡൻ സ്പ്രേ പെയിന്റ് അടിച്ചു. ഇനി കവറൊക്കെ ഒന്ന് റിമൂവ് ആക്കിയപ്പോ സെറ്റായി. പക്ഷെ താഴെ ഭാഗം ഒരു ഇത്തിരി അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്പ്രേ പെയിന്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒരു ബ്ലാക്ക് അക്രിലിക് എടുത്തിട്ട് കവർ ചെയ്തു. അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട്. സാധാരണ ഒരു എക്സൽ വെച്ചിട്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഷോപ്പീസ് ആവുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവര് ബൈ.